ഹായ് കൂട്ടുകാരെ, 18 പർവ്വങ്ങളിലൂടെ ജീവിതം എന്തെന്ന് പറഞ്ഞു തരുന്ന ജയം എന്ന മഹാഭാരതം പറയുന്നതും കേൾക്കുന്നതും പുണ്യം. ഇന്നത്തെ കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുരുകുലത്തിലെ അഭ്യുദയകാംക്ഷിയും എന്തിനേയും നീതിപൂർവം നേരിടുന്നവനും ശാന്തിപ്രിയനും ദീർഘദർശിയുമായിരുന്ന വിതുരർ പരിശ്രമി എന്ന ദാസിയിൽ ഉണ്ടായ മകനാണ്. മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിൽ വിതുരനീതി എന്നൊരു ഭാഗം തന്നെ ഉണ്ട്. അത് നമ്മെ ഒരുപാട് ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അത് ആ ഭാഗം എത്തുമ്പോൾ പറയുന്നതാണ്. വ്യാസമുനിക്ക് പിറന്ന 3 മക്കളും മിടുക്കരായിരുന്നു. ധൃതരാഷ്ട്രർ, ജന്മന അന്ധനായ ധൃതരാഷ്ട്രരും പാണ്ഡുവും വിതുരരും വന്നതോടുകൂടി രാജ്യം നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരുന്നു. കൂടാതെ ശാന്തനുവിന് ഗംഗയിൽ പിറന്ന ദേവവ്രതൻ എന്ന ഭീഷ്മരുടെ ശക്തമായ പിന്തുണയും. അസ്ത്രവിദ്യ, ശാസ്ത്രബോധം, നീതിശാസ്ത്രം എന്നിവയെല്ലാം ധൃതരാഷ്ട്രരും പാണ്ഡുവും വിതുരരും ഭീഷ്മരിൽ നിന്നും അഭ്യസിച്ചു. ധർമ്മനിഷ്ഠനായ വിതുരർ ഒരു ആനയെ പോലും കെട്ടിപ്പിടിച്ചാൽ തവിട്ടുപൊടിയാക്കാൻ മാത്രം ബലമുള്ള ധൃതരാഷ്ട്രർ, അന്ധനായ ധൃതരാഷ്ട്രർ. വില്ലാളി വീരനായ പാണ്ഡു, ശക്തിമാനായ ഭീഷ്മർ. അങ്ങനെ രാജ്യം നാൾക്കുനാൾ അഭിവൃദ്ധിപ്പെട്ടു വന്നുകൊണ്ടേയിരുന്നു. കള്ളമില്ല, ചതിയില്ല, എങ്ങും നീതി, എല്ലാ ജനങ്ങൾക്കും സന്തോഷവും സമാധാനവും. ജന്മന അന്ധനായ ധൃതരാഷ്ട്രരെ രാജ്യഭാരമേൽപ്പിക്കാൻ പറ്റുകയില്ല. ദാസീപുത്രനായ വിതുരർക്കും അതിനുള്ള യോഗ്യതയില്ല. അപ്പോൾ ഭീഷ്മർ ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചു: പാണ്ഡുവിനെ രാജാവാക്കണം. ഭീഷ്മർക്ക് പറ്റില്ലല്ലോ, ഭീഷ്മർ ശപഥം ചെയ്തതല്ലേ, നിഷാദ രാജാവിന് വാക്കുകൊടുത്തതല്ലേ. അങ്ങനെ പാണ്ഡുവിനെ അടുത്ത കിരീടാവകാശിയായി ഭീഷ്മർ പ്രഖ്യാപിച്ചു. പാണ്ഡുവിനെ രാജാവാക്കി വാഴിക്കുകയും ചെയ്തു. ഗാന്ധാര രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു, സുബലൻ. അദ്ദേഹത്തിന്റെ പുത്രിയായിരുന്നു ഗാന്ധാരി. ഗാന്ധാരി ശ്രീപരമേശ്വരനെ തപസ് ചെയ്ത് 100 പുത്രന്മാർ ഉണ്ടാവണമെന്ന വരം വാങ്ങിച്ച സമയമാണ്. ആ സമയത്താണ് ഭീഷ്മർ ഇതറിയുന്നത്. 100 പുത്രന്മാരൊക്കെ നമ്മുടെ രാജ്യത്തിന് കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും രാജ്യത്തിന്റെ അവസ്ഥ? ഭീഷ്മരിങ്ങനെ സ്വപ്നം കണ്ടു. ഉടനെ തന്നെ ആളെ അയച്ചു. ധൃതരാഷ്ട്രർക്ക് ഗാന്ധാരിയെ നൽകുമോ എന്ന് ചോദിച്ചു. ജന്മന അന്ധനായ ധൃതരാഷ്ട്രർക്ക് എങ്ങനെ പെണ്ണു കൊടുക്കാനാണ്? പക്ഷേ ഭീഷ്മരുടെ ആ ഒരു മിടുക്ക് സുബലന് അറിയാം. മകളെ കൊടുത്താൽ മകളുടെ ജീവിതം രക്ഷപ്പെടുമെന്നും അറിയാം. അത്രയും പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുകയാണ് ഭീഷ്മരുടെ രാജ്യം. കല്യാണത്തിന് സമ്മതിച്ചു. ഗാന്ധാരിയെ ധൃതരാഷ്ട്രർ കല്യാണം കഴിച്ചു. അന്ധനായ ഭർത്താവല്ലേ, അപ്പോൾ ഗാന്ധാരിക്ക് ഭർത്താവിൻ്റെ ഈ അവസ്ഥയിൽ മനം നൊന്തു. കുടുംബക്കാരുടെയൊക്കെ പ്രിയപ്പെട്ടവളായി മാറി ഗാന്ധാരി. നല്ല സ്വഭാവവും നല്ല ഗുണങ്ങളും ഉള്ളവളായിരുന്നു ഗാന്ധാരി. ഭർത്താവിൻ്റെ വീട്ടുകാരെ എല്ലാം അവൾ പരിഗണിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഗാന്ധാരിയെ ഇഷ്ടവും ആയിരുന്നു. അങ്ങനെ തൻ്റെ കണ്ണുകൾ ഒരു തുണിയെടുത്ത് കെട്ടിവെച്ചു. ഭർത്താവിന് കണ്ണ് കാണില്ലല്ലോ, എനിക്കും ഇനി മുതൽ ഒന്നും കാണണ്ട. അത്രയും ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരുവളായി മാറി ഗാന്ധാരി. മഹാഭാരത യുദ്ധത്തിലേക്ക് പാണ്ഡവരെയും കൗരവരെയും നയിച്ച വ്യക്തികളിൽ പ്രമുഖനാണ് ശകുനി. ഈ ശകുനി ഗാന്ധാരിയുടെ സഹോദരൻ ആയിരുന്നു. വേദവ്യാസന്റെ മക്കളുടെ വിവാഹമാണ് പറഞ്ഞു വരുന്നത്. മൂത്തവനായ അന്ധനായ ധൃതരാഷ്ട്രർ സുബല പുത്രിയായ ഗാന്ധാരിയെ പാണിഗ്രഹണം ചെയ്തു, കല്യാണം കഴിച്ചു. രണ്ടാമത്തെ ആൾ പാണ്ഡുവാണ്. പാണ്ഡുവിനും ഒരു വിവാഹം വേണം. കുന്തിയുടെ കഥ നേരത്തെ പറഞ്ഞുവല്ലോ. കുന്തി ഭോജൻ എന്ന രാജാവിന് മക്കൾ ഉണ്ടാവാതിരിക്കുകയും പൃഥയെ ദാനമായി കിട്ടുകയും പൃഥ കുന്തി എന്നറിയപ്പെടുകയും പൃഥ സൂര്യനെ ധ്യാനിച്ച് അതിലൊരു കുട്ടിയുണ്ടായി കർണൻ. കർണനെ
നദിയിലൊഴുക്കി സൂതനായ അതിരഥൻ ആ കുട്ടിയെ എടുത്തു വളർത്തി. കർണൻ എന്ന് പേരിടുകയും ചെയ്തു. ഈ കഥ നേരത്തെ പറഞ്ഞുവല്ലോ. ഈ പൃഥ ഇപ്പോഴും വിവാഹം കഴിക്കാതെ ഇരിക്കുകയാണ്. കുന്തി ഭോജൻ സ്വയംവരം നടത്തുകയാണ്. ആ സ്വയംവരത്തിൽ പാണ്ഡു പങ്കെടുക്കുകയും പാണ്ഡുവിന് കുന്തിയെ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. അതായത് കുന്തി പാണ്ഡുവിനെ സ്വയംവരം ചെയ്തു. അങ്ങനെ വ്യാസമുനിയുടെ പാണ്ഡു എന്ന പുത്രനും ഒരു പത്നിയായി. ശല്യരുടെ പെങ്ങളും മദ്രാരാജ്യത്തെ രാജകുമാരിയുമായ മാദ്രിയെ കൂടി പാണ്ഡുവിനെ കൊണ്ട് ഭീഷ്മർ വിവാഹം കഴിപ്പിച്ചു. വംശം വർദ്ധിക്കണ്ടേ? അങ്ങനെ പാണ്ഡുവിന് 2 ഭാര്യമാരായി, കുന്തിയും മാദ്രിയും. സത്യവതിയും ഭീഷ്മരും ഒരുപാട് സന്തോഷിച്ചു. കാരണം പാണ്ഡു ഇങ്ങനെ രാജ്യങ്ങൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് രാജ്യങ്ങൾ പാണ്ഡു ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അതായത് ദശാർണ്യം, മഗധ, വിദേഹം, കാശി, പുണ്ട്രം എന്നീ രാജ്യങ്ങളൊക്കെ പാണ്ഡു ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ദേവക രാജാവ് എന്ന ഒരു രാജാവുണ്ടായിരുന്നു. ആ കൊട്ടാരത്തിലെ ഒരു ദാസിയുടെ പുത്രിയെ വിതുരർ വിവാഹം കഴിച്ചു. ഭീഷ്മര കല്യാണം നടത്തിക്കൊടുത്തു. വിതുരരുടെ ഭാര്യയുടെ പേര് സുലഭ എന്നായിരുന്നു. 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഉണ്ടായി. സാക്ഷാൽ യമധർമ്മന്റെ അവതാരമായ അംശമായ വിതുരർക്ക് 2 ആൺമക്കളും ഒരു പെൺകുട്ടിയുമാണ് ഉണ്ടായത്. അനസാവ, അനുകേതു, അംബവതി. ഒരു മകളും 2 ആൺമക്കളും. അനസാവ, അനുകേതു എന്നീ 2 ആൺകുട്ടികളും അംബവതി എന്ന മകളും. ഭീഷ്മർക്ക് മക്കളുമില്ല, ഭാര്യയുമില്ല. അങ്ങനെയാണല്ലോ ഭീഷ്മർ ശപഥം ചെയ്തിരിക്കുന്നതും. എന്തായാലും വേദവ്യാസ മുനിയുടെ മറ്റു 2 മക്കളായ ധൃതരാഷ്ട്രർക്കും പാണ്ഡുവിനും ഉണ്ടായ മക്കൾ ആരൊക്കെയായിരുന്നു? അവരുടെ വിശേഷങ്ങളുമായി കഥയുടെ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുമല്ലോ. മഹാഭാരത കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബും ചെയ്യണേ ചാനൽ.